കോമേഴ്സ് വിദ്യാർത്ഥികൾക്കും അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന അധ്യായം പരിചയപ്പെട്ടു. പ്രധാനമായും നാം ചർച്ച ചെയ്ത പാഠഭാഗങ്ങൾ: എന്താണ് ഡിസൊല്യൂഷൻ, ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഡിസൊല്യൂഷൻ, കൂടാതെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ഒരു സ്ഥാപനം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും നാം തയ്യാറാക്കേണ്ടി വരുന്ന അക്കൗണ്ടുകൾ, ദാറ്റ് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഇന്ന് നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുമായി കണക്ട് ചെയ്ത് ജേർണൽ എൻട്രീസ് പരിചയപ്പെടാം. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ജേർണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, മറ്റൊന്ന് പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് പരിചയപ്പെടാം. ആദ്യമായി, ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഡിസോൾവ് ചെയ്യുന്ന സമയത്തുള്ള ബാലൻസ് ഷീറ്റിലെ അസറ്റ്സുകൾ നമ്മൾ ആദ്യം റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് മുതലായ അസറ്റുകൾ ഒഴിവാക്കി ബാക്കി എല്ലാ അസറ്റും അതിൻ്റെ ബുക്ക് വാല്യൂവിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്കറിയാം അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പം റിയലൈസേഷനിലേക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അസറ്റ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. So what is the journal entry for transfer of assets? The entry will be realization account debtor to assets account. എല്ലാ അസറ്റ്സും അതിൻ്റെ ബുക്ക് വിലയിൽ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടാമതായി, ഫോർ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ്. നമ്മൾ അസറ്റ്സ് എല്ലാം റിയലൈസേഷനിലേക്ക് ക്ലോസ് ചെയ്തതുപോലെ തന്നെ സ്ഥാപനത്തിലെ ലയബിലിറ്റീസ്, എസ്പെഷ്യലി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പ്രൊവിഷൻ, നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലയബിലിറ്റീസ് നോർമലി എന്ത് ബാലൻസാണ് കാണിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. സോ ലയബിലിറ്റീസിനെ എല്ലാം തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ഫോർ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ്, ദ ജേർണൽ എൻട്രി വിൽ ബി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇവിടെ ലയബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ലോണ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് തുടങ്ങിയ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പാർട്ട്നേഴ്സ് ലോണോ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മുഴുവൻ നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മൂന്നാമതായി വരുന്നത്, ഇനി നമ്മൾ അസറ്റ്സ് എല്ലാം വിൽക്കണം, അല്ലേ? ഫോർ സെയിൽ ഓഫ് അസറ്റ്. നമുക്കറിയാം അസറ്റ് വിൽക്കുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരും, അല്ലെ? ഒന്നുകിൽ ക്യാഷ് വരും അല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ് കൂടും. സോ ഫോർ സെയിൽ ഓഫ് അസറ്റ്, ദ എൻട്രി വിൽ ബി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഈ അസറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് പുറമേ വിൽക്കുന്നതിന് പകരം നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു അസറ്റ്, മെഷീനറിയോ ഫർണിച്ചറോ ഏതെങ്കിലും ഒരു അസറ്റ് ഒരു പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി? ഇഫ് ദ അസറ്റ് ഈസ് സോൾഡ് ടു ഔട്ട്സൈഡ്, ദ എൻട്രി വിൽ ബി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എനി പാർട്ട്ണർ ഈസ് ടേക്കൺ ഓവർ ദിസ് അസറ്റ്, ഏതെങ്കിലും ഒരു പാർട്ട്ണറാണ് ഈ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നതെങ്കിൽ ദ എൻട്രി വിൽ ബി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അടുത്തത്, ഫോർ പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. നമ്മൾ ലയബിലിറ്റീസ്, ബാധ്യതയെല്ലാം കൊടുത്തു തീർക്കണം, അല്ലേ? അപ്പോൾ ബാധ്യത കൊടുത്തു തീർക്കുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഫേം ആണ് ബാധ്യതകളെല്ലാം തീർക്കുന്നതെങ്കിൽ എൻട്രി എന്തായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. അതായത് എത്ര രൂപയാണോ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് ആ തുകയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഇഫ് എനി പാർട്ട്ണർ ഈസ് ഡിസ്ചാർജിങ് ദിസ് ലയബിലിറ്റി, സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു പങ്കാളിയാണ് ഇപ്പോൾ ഈ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ എൻട്രി എന്തായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എല്ലാം റിയലൈസേഷനിലേക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട എൻട്രിയാണ്
റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അടുത്തത് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ് ദ എൻട്രി വിൽ ബി ലയബിലിറ്റീസ് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഫോർ സെയിൽ ഓഫ് അസറ്റ് വിൽക്കുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ ദ എൻട്രി ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. അടുത്തത് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ലയബിലിറ്റീസ്. ഇഫ് ദ ലയബിലിറ്റി ഈസ് പെയ്ഡ് ബൈ ദ ഫേം ദ എൻട്രി ഈസ് realization account attached to cash. If the liability is discharging by a partner, the entry is realization account attached to partner's capital account. അടുത്തത് for settlement with the creditors through transfer of asset. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ക്രെഡിറ്റർക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ആസ്തി കൊടുത്തിട്ട് അയാളുടെ ബാധ്യത മുഴുവൻ തീർക്കുകയാണെങ്കിൽ ഫുൾ സെറ്റിൽമെന്റ് ആയിട്ട് നമ്മൾ for settlement with the creditors through the transfer of asset, നമ്മുടെ അസറ്റ്സ് കൊടുത്തുകൊണ്ട് ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള ബാധ്യത നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു എൻട്രിയും പാസ് ചെയ്യേണ്ടതായിട്ടില്ല. ഇൻ ദിസ് സിറ്റുവേഷൻ ദർ ഇസ് നോ ജേർണൽ എൻട്രി ഈസ് റിക്വയർഡ്. കാരണം എന്താണ്, അസറ്റ്സ് നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തതാണ്, അതേപോലെ തന്നെ ലയബിലിറ്റീസും റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ആസ്തി കൊടുത്ത് നമ്മുടെ ഒരു ബാധ്യത തീർക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ജേർണൽ എൻട്രീസ് പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതേ കേസ് തന്നെ ഇഫ് ദ ക്രെഡിറ്റർ ഈസ് ടേക്കിംഗ് ആൻ അസറ്റ് ആസ് എ പാർട്ട് പേയ്മെന്റ് ഓഫ് ഹിസ് ഡ്യൂ ദ എൻട്രി ഈസ് മെയ്ഡ് ഫോർ ദി ക്യാഷ് പേയ്മെന്റ് ഓൺലി. ഇപ്പോൾ ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ 10,000 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. 10,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മളൊരു ഫർണിച്ചർ 8,000 രൂപ വിലയുള്ള ഒരു ഫർണിച്ചറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ക്രെഡിറ്ററുടെ ബാധ്യത മുഴുവനായിട്ട് നമ്മൾ തീർത്തിട്ടില്ല. അതായത് 10,000 രൂപയാണ് നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ളത്. പക്ഷെ നമ്മൾ എത്ര രൂപയുടെ അസറ്റാണ് അയാൾക്ക് കൊടുക്കുന്നത്, 8,000 രൂപ വിലയുള്ള അസറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇനിയും ഒരു 2,000 രൂപ ഫേം പേ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എൻട്രി പാസ് ചെയ്യണം. 2,000 രൂപ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള എൻട്രി നമ്മൾ ബുക്സിൽ പാസ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി, 2,000 രൂപ കൊടുക്കുന്നതിനുള്ള എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇനി നേരെ തിരിച്ചും വരാം. അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് 15,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷനിൽ നമ്മൾ 20,000 രൂപ വില വരുന്ന ഒരു അസറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ക്രെഡിറ്റർ നമുക്ക് 5,000 രൂപ നൽകണം അല്ലേ. ക്രെഡിറ്റർ ഫേമിലേക്ക് 5,000 രൂപ തരാനുള്ള കേസാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് 5,000 രൂപ നമ്മൾ വാങ്ങിക്കുന്ന ഉള്ള എൻട്രിയാണ് അവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി, ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട് 5,000 റുപ്പീസ് അവിടെ കാണിക്കണം. ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിട്ട് ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ എൻട്രിയാണ് അവിടെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് തിങ് ഇസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആസ്തികളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചിലവ് വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ചിലവിനെയാണ് നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു ഫേം ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഇഫ് ദ റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ ഫേം വാട്ട് ഈസ് ദ എൻട്രി, റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഇതേ റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു പാർട്ട്ണറാണ് മീറ്റ് ചെയ്യുന്നതെങ്കിലോ, ഇഫ് ദ പാർട്ട്ണർ ഈസ് ഡിസ്ചാർജിങ് ദിസ് ലയബിലിറ്റി സോ വാട്ട് ഈസ് ദ എൻട്രി, റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് എനി അൺറെക്കോർഡഡ് അസറ്റ്. എന്താണ് അൺറെക്കോർഡഡ് അസറ്റ്? അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു അസറ്റ്, നിലവിലെ ബാലൻസ് ഷീറ്റിൽ കാണാത്തൊരു അസറ്റ്. ഒരു പഴയ കമ്പ്യൂട്ടറോ ടൈപ്പ് റൈറ്ററോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ അത് കാണില്ല. പക്ഷെ നമുക്ക് ഇതേ അസറ്റ് തന്നെ ഒരു 1,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തതും എന്നാൽ സ്ഥാപനത്തിലുള്ളതുമായിട്ട് ഉള്ള ഒരു അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസ് ചെയ്ത് അതിൽ നിന്നും ക്യാഷ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി. അപ്പോൾ ഫോർ റിയലൈസേഷൻ ഓഫ് എനി അൺറെക്കോർഡഡ് അസറ്റ് വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് ഫോർ മീറ്റിംഗ് ദ അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി ഇത്രയും എൻട്രീസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയലൈസേഷനിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വന്നേക്കാം. അപ്പോൾ ഇഫ് ദ റിയലൈസേഷൻ അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഷെയർഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ.
So if there is profit on realization, what is the journal entry? Realization account debtor to partner's capital account. If there is loss, the entry will be reversed. So partner's capital account debtor to realization account. അടുത്തത് for settlement of loan. ഇനി ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് സ്ഥാപനം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ for payment of partner's loan, what is entry? Partner's loan account debtor to cash account. ഇത് കൂടാതെ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ, അതായത് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ ഐറ്റംസ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് തുടങ്ങിയ ചാപ്റ്ററിനകത്ത് പഠിച്ചത് തന്നെയാണ്. അതേ എൻട്രി തന്നെയാണ് ഇവിടെയും നമ്മൾ പാസ് ചെയ്യേണ്ടത്. അതായത് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ജനറൽ റിസർവ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, വാട്ട് ഈസ് എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സപ്പോസ് അക്യുമുലേറ്റഡ് ലോസ് ആണുള്ളതെങ്കിൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫൈനലി നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണോ ബാലൻസ് വരുന്നത് അത് പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുക്കണം. അങ്ങനെ സെറ്റിൽമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആ സമയത്ത് നമ്മൾ ബുക്കിൽ പാസ് ചെയ്യേണ്ട എൻട്രി പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ബാക്കി വരുന്ന തുക നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് നമ്മൾ പേ ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യേണ്ട എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓൺ ദ അതർ ഹാൻഡ് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന സിറ്റുവേഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ എത്രയാണോ ബാലൻസ് വരുന്ന സംഖ്യ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായും ഡിസൊല്യൂഷനുമായി കണക്ട് ചെയ്തു വരുന്ന ജേർണൽ എൻട്രീസ്. ഇനി നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പരിചയപ്പെടാം. നമുക്കറിയാവുന്നതാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് 3 പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ് നാം തയ്യാറാക്കേണ്ടി വരിക. 1 റിയലൈസേഷൻ അക്കൗണ്ട്, 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, 3 ക്യാഷ് അക്കൗണ്ട്. ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കാനായി നാം ഇപ്പോൾ പരിചയപ്പെട്ട ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. സുപ്രിയ ആൻഡ് മോണിക്ക ആർ പാർട്ട്നേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. The following is a balance sheet as on 31st March 2017. On the liability side, Supriya's capital 32,500, Monica's capital 11,500, sundry creditors 48,000, reserve fund 13,500. On the asset side, you can see cash and bank 40,500, stock 7,500, sundry debtors 21,500, less provision 500, so total 21,000, fixed asset 36,500. The balance sheet total is 1,05,500. ഡിസോൾവ് ചെയ്യുന്ന സമയത്തുള്ള ഫേമിൻ്റെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. കൂടാതെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. The firm was dissolved on 31st March 2017. Close the books of the firm with the following information. 1. Debtors realized at a discount of 5%. ഡെറ്ററിൽ നിന്നും 5% കുറഞ്ഞ വാല്യൂ ആണ് റിയലൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് റിയലൈസ്ഡ് ₹7,000. ഫിക്സഡ് അസറ്റ് റിയലൈസ്ഡ് 42,000. Then realization expense 1,500. Creditors are paid in full. Prepare necessary ledger accounts. ഇവിടെ നമ്മളോട് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സുകൾ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം തയ്യാറാക്കേണ്ടി വരുന്ന അക്കൗണ്ടുകൾ, ആദ്യത്തെ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. എങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ, അതായത് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്തുള്ള ബാലൻസ് ഷീറ്റ് അവൈലബിൾ ആണ്. ആ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമ്മൾ ഓർക്കണം, അസറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള അസറ്റ്സ് ബുക്ക് വിലയിൽ നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ ഇവിടെ ഏതൊക്കെ അസറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക? ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുമോ? ഇല്ല. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഒഴിവാക്കണം അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള അസറ്റ്സുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സ്റ്റോക്ക് 7,500, സൺട്രി ഡെറ്റേഴ്സ് 21,500, ഫിക്സഡ് അസറ്റ് 36,500. ഈ 3 അസറ്റുകൾ നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു സ്റ്റോക്ക്, ടു ഡെറ്റേഴ്സ്, ടു ഫിക്സഡ് അസറ്റ്. അത് നമ്മൾ എഴുതേണ്ടത് ബുക്ക് വില ടു സ്റ്റോക്ക് 7,500, ടു സൺട്രി ഡെറ്റേഴ്സ് 21,500, ടു ഫിക്സഡ് അസറ്റ് 36,500. അടുത്തതായി നമ്മൾ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണം. ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ട്നേഴ്സ് ലോൺ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ ബാലൻസ് തുടങ്ങിയവ ഒഴിവാക്കിക്കൊണ്ട് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പ്രൊവിഷൻ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതൊക്കെ ലയബിലിറ്റീസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാനുള്ള ബാലൻസ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് അത് എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. റിസർവ് ഫണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്, അത് ഒഴിവാക്കണം. സോ ലയബിലിറ്റി സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ആലോചിക്കുക. ലയബിലിറ്റീസ് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. സോ ദ എൻട്രി വിൽ ബി സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് റെക്കോർഡ് ചെയ്യണം 48,000. ഇനി നോക്കൂ, ഡെറ്റേഴ്സിന് അഗെയിൻസ്റ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ ആണെങ്കിലും ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ പ്രൊവിഷനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദാറ്റ് മീൻസ് റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 500 rupees റെക്കോർഡ് ചെയ്യും. അപ്പോൾ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു, പ്രൊവിഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്യുന്നതാണ് എഴുതേണ്ടത്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതായത് റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതുക. ഇനി അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. 5% കുറഞ്ഞാണ് ഡെറ്റർ റിയലൈസ് ചെയ്യുന്നത്. സോ ഡെറ്റർ ടോട്ടൽ വാല്യൂ 21,500. അതിൻ്റെ 5% കുറയ്ക്കുമ്പോൾ 20,425 ആണ് നമുക്ക് ഡെറ്റേഴ്സിൽ നിന്നും റിയലൈസ് ചെയ്യുന്ന വാല്യൂ. അടുത്തത് സ്റ്റോക്ക് റിയലൈസ്ഡ് അറ്റ് ₹7,000. സ്റ്റോക്കിൽ നിന്ന് നമുക്ക് 7,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്ക് 7,000, ഫിക്സഡ് അസറ്റ് 42,000. അത് 3ഉം കൂടെ കൂട്ടി ഗ്രോസ് വാല്യൂ വേണം നമ്മൾ കാണിക്കാൻ. അപ്പോൾ 20,425 പ്ലസ് 7,000 പ്ലസ് 42,000. സോ ടോട്ടൽ വാല്യൂ 69,425 നമ്മൾ റിയലൈസേഷനിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതി അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന മൊത്തം വാല്യൂ 69,425. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി സെറ്റിൽ ചെയ്യണം. ആദ്യം നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് പേ ഓഫ് ചെയ്യണം. റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഓർ ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 രൂപ. ഇനി നമ്മുടെ എക്സ്റ്റേണൽ ലയബിലിറ്റി നമ്മൾ സെറ്റിൽ ചെയ്യണം. അതായത് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സിന് നമ്മൾ 48,000 rupees പേ ചെയ്യാനുള്ളത്. അത് മുഴുവൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യുമ്പോൾ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. സോ റിയലൈസേഷൻ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഓഫ് 48,000 rupees. അപ്പോൾ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു, പ്രൊവിഷൻ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത സംഖ്യ നമ്മൾ എഴുതി. കൂടാതെ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തു, ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്തു. ഇനി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 1,17,925, ഡെബിറ്റ് എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ 2,925. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എമൗണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണ് റിസൾട്ട്. എന്താണ് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി? ആലോചിച്ച് നോക്കൂ. റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ടു പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സുപ്രിയ, മോണിക രണ്ടുപേർക്കും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കുക.
എത്രയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 3:2. 2925 3:2 എന്നുള്ള റേഷ്യോയിൽ വീതിക്കണം. അപ്പോൾ സുപ്രിയ വിൽ ഗെറ്റ് 1755, മോണിക്ക വിൽ ഗെറ്റ് 1170. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അടുത്ത അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ദ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് അല്ലേ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സുപ്രിയാസ് ക്യാപിറ്റൽ അതുപോലെ തന്നെ മോണിക്കാസ് ക്യാപിറ്റൽ ആ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി, സോ ഇറ്റ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. സുപ്രിയയുടെ എമൗണ്ട് 32,500, മോണിക്കയുടെ 11,500. ഇനി എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരേണ്ട ഐറ്റം? ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് കിടപ്പുണ്ട് അല്ലേ. 13,500 രൂപ, 13,500 റിസർവ് ഫണ്ട്. നമുക്കറിയാം റിസർവ് ഫണ്ട് വീതിക്കുമ്പോൾ എന്താണ് എൻട്രി? റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൈ റിസർവ് ഫണ്ട് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ച് നൽകണം. 13,500 13,500 3:2 എന്നുള്ള റേഷ്യോയിൽ വീതിച്ച് നൽകണം. സോ വാട്ട് ഈസ് ദ എമൗണ്ട്? സുപ്രിയ വിൽ ഗെറ്റ് 8,100 rupees ആൻഡ് മോണിക്ക വിൽ ഗെറ്റ് 5,400 rupees. ഇനി അടുത്ത ഐറ്റം റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് നൽകേണ്ടതാണ്. റിയലൈസേഷൻ പ്രോഫിറ്റ് ആവുന്ന സമയത്ത് വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കാണിക്കണം. എത്രയാണ് നമ്മൾ വീതിച്ച് വെച്ചിട്ടുണ്ട്? ആദ്യം തന്നെ എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2,925 3:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ വീതിച്ചപ്പോൾ 1,755 1,170 അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. സോ ടോട്ടൽ സുപ്രിയയുടെ അക്കൗണ്ടിൽ വരുന്ന ടോട്ടൽ 42,355, മോണിക്കയുടെ അക്കൗണ്ടിൽ 18,070. ഇത്രയും തുക നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. എത്രയാണോ ബാലൻസ് എമൗണ്ട് വരുന്നത് അത്രയും തുക നമ്മൾ പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പാർട്ട്നേഴ്സിന് എമൗണ്ട് കൊടുക്കുമ്പോൾ എന്താണ് എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ആ തുക കാണിക്കുക. ദാറ്റ് ഈസ് സുപ്രിയയുടെ അക്കൗണ്ടിൽ 42,355, മോണിക്കയ്ക്ക് കൊടുക്കേണ്ടത് 18,070. ഫൈനലി വി ഹാവ് ടു പ്രിപ്പയർ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എങ്ങനെയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് അല്ലേ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ. അസറ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. സോ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 40,500 കാണിക്കുക. കൂടാതെ ഇപ്പോൾ നമുക്ക് അസറ്റ്സ് റിയലൈസ് ചെയ്ത് ക്യാഷ് വന്നിട്ടുണ്ട്, ആ തുക കാണിക്കുക. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ. ക്യാഷ് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ടു റിയലൈസേഷൻ 69,425. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ സംഖ്യ എഴുതി. ഇനി നമ്മൾ എങ്ങനെയൊക്കെ ക്യാഷ് നമ്മൾ പേ ഓഫ് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് സെറ്റിൽ ചെയ്തു. സോ എൻട്രി റിയലൈസേഷൻ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ എമൗണ്ട് 1,500. കൂടാതെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് സെറ്റിൽ ചെയ്തു. കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്ത എൻട്രി റിയലൈസേഷൻ ടു ക്യാഷ്. സോ ക്യാഷ് അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്തത് 48,000 rupees. അടുത്തതായിട്ട് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്ന ബാലൻസ് അവർക്ക് നമ്മൾ പേ ഓഫ് ചെയ്തു. സുപ്രിയയ്ക്ക് കൊടുത്ത എമൗണ്ട് 42,355, മോണിക്കയ്ക്ക് കൊടുത്തത് 18,070. പാർട്ട്നേഴ്സിന് നമ്മൾ എമൗണ്ട് കൊടുക്കുമ്പോൾ എന്താണ് എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ സുപ്രിയാസ് ക്യാപിറ്റൽ 42,355, ബൈ മോണിക്കാസ് ക്യാപിറ്റൽ 18,070. ഇത്രയും നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ടാലി ചെയ്തു പോവും. അവിടെ ഒരു ബാലൻസും ഇനി വരില്ല. സോ ദ ക്യാഷ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ ഫിഗർ 1,09,925. ഈ രീതിയിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്.
ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് വരാത്തതിന് എന്താ കാരണം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസും അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ലയബിലിറ്റീസും സെറ്റിൽ ചെയ്തു കഴിഞ്ഞു. റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തു, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്തു. ബാക്കി വരുന്ന സംഖ്യ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണോ ബാക്കി വരുന്നത് ആ തുക നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തു. ഇനി ഫേമിൻ്റെ കയ്യിൽ ഒരു ക്യാഷും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ എല്ലാ അക്കൗണ്ടുകളും നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണും. ഇനി യാതൊരു ബാലൻസും ആ ഫേമിൽ അവശേഷിക്കുന്നില്ല. അപ്പോൾ എല്ലാ അക്കൗണ്ടുകളും സെറ്റിൽ ചെയ്തു എന്ന് വേണം നമ്മളതിൽ നിന്നും മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിസൊല്യൂഷൻ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനിയും കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റിൽ നിന്നും കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.